ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വന്നത് ഗ്രാഫിക് ഇലിസ്ട്രേഷൻ ഓഫ് ദ ഡീവിയേഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ PVP അല്ലെങ്കിൽ PV ഐസോതേംസ് ആണ്. ഐസോതേം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിയൽ ഗ്യാസസിനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ Y ആക്സിസിൽ PV വരയ്ക്കണം. അതിനുശേഷം X ആക്സിസിൽ നമ്മൾ പ്രഷർ, അതാണ് PVP ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രഷറിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് എന്ത് പോകുന്നത്, ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് പോകുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന N2, കാർബൺ ഡൈ ഓക്സൈഡ്, H2, ഹീലിയം ഇങ്ങനത്തെ ഗ്യാസൊക്കെ നോക്കുമ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിന് പാരലായിട്ട് ഐഡിയൽ ഗ്യാസിൻ്റെ ആ ഒരു ഗ്രാഫിനെ പാറ്റേണിനെ ഫോളോ ചെയ്യുന്നില്ല. N2, CO2 എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആദ്യം ഒരു ലോവർ, ഒരു കുറച്ച് വാല്യൂ റെഡ്യൂസ് ചെയ്ത് വന്ന് ഒരു മിനിമത്തിലെത്തും. പിന്നെയാണ് അത് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെയാണ്, റെഡ്യൂസ് ചെയ്ത് വന്ന് ഒരു മിനിമത്തിലെത്തും. മിനിമത്തിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് പോവാണ്. ഹീലിയം, ഹൈഡ്രജനും നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് അത്രയും കാര്യം മനസ്സിലായി. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു റിയൽ ഗ്യാസ് എന്ത് ചെയ്യും, ഐഡിയൽ ബിഹേവിയർ എന്ന് അവർ ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡീവിയേറ്റ് ചെയ്യുന്ന എക്സ്റ്റെൻറ്റിനെ നമ്മളൊരു ഫംഗ്ഷൻ്റെ ബേസിസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കംപ്രസിബിലിറ്റി ഫാക്ടർ, കംപ്രഷൻ ഫാക്ടർ. Z എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ Z-ൻ്റെ ഇക്വേഷൻ = PV/nRT. ഇതിലല്ല V/n-നെ നമുക്ക് മോളാർ വോള്യൂം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതെന്താവും, PVm/RT എന്നുള്ള ഫോമായിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ പഠിക്കട്ടോ. അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ഗ്യാസ് എത്ര എക്സ്റ്റെൻറ്റിൽ നിന്ന് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്ന ഫങ്ഷനാണ് എന്ത്, കംപ്രസിബിലിറ്റി ഫാക്ടർ, അതിൻ്റെ ഇക്വേഷൻ.